ദുബായിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ZX 10R വരുന്ന കൂട്ട് മിറർ ഉണ്ടല്ലോ, അതിൻ്റെ റെപ്ലിക്ക. അപ്പോൾ ആ മിററാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം ഫെയർഡ് വണ്ടിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയ ചെറിയ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ R15 വേർഷൻ 2 അപ്പോൾ നമുക്കതിങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കറക്റ്റ് ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിറർ. അപ്പോൾ ഇതിനകത്ത് കാണാൻ നമുക്ക് ഇൻഡിക്കേറ്റർ ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മിറർ സെറ്റ് ചെയ്യാം. അപ്പോൾ മിറർ സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ വണ്ടി എടുത്തുനിന്ന് പഴയ മിറർ എടുത്ത് കളയണം. സോ അതിന് വേണ്ടിയിട്ട് ദേ ഇവിടെ താഴെയും കൂടെ 2 അലൻ സ്ക്രൂ ഉണ്ട് 2 സൈഡിലും. അപ്പോൾ അത് അയക്കണം. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും മിററും കൂടെ അയഞ്ഞ് വരുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് അയച്ചെടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റ് അയച്ചെടുക്കാം. എന്നാലേ നമുക്ക് ഈ അലൻ ലൂസാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ അലൻ സ്ക്രൂ ലൂസാക്കാം. കുറച്ച് ലൂസാക്കി വെച്ചാക്കാം. ലൂസായിട്ടുണ്ട്. ഇപ്പുറ സൈഡ് നമുക്ക് ലൂസാക്കാം. ഓക്കെ, നമ്മുടെ മിറർ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും മിറർ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മിറർ നമുക്ക് അതിനകത്തൊന്ന് വെച്ച് നോക്കാം. കറക്റ്റായിട്ട് അലൈൻ ആണെന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടുള്ള വയർ. മാറ്റി വെച്ച് ഒരു ചെറിയൊരു മിസ്മാച്ച് കാണുന്നുണ്ട് കണ്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഹോള് കുറച്ച് ഇവിടെ എൻലാർജ് ചെയ്യണം, എന്നാലേ നമുക്ക് മാച്ച് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്തെങ്കിലും എൻലാർജ് ചെയ്യാനുള്ള വഴി നോക്കണം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞ മിസ്മാച്ച് കണ്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റീം ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പ് അടുത്ത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്ക്രൂ വെച്ച് തന്നെ സെറ്റാക്കി. അപ്പോൾ ഇതേ നമുക്ക് ഇൻഡിക്കേറ്റർ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളെ കിറ്റ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൻ്റെ വയർ കാണാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ മിററിനകത്തുള്ള വയർ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ മിററിനകത്ത് 2 പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലേക്കുള്ള റൈറ്റ് സൈഡിലും കണക്ട് ചെയ്യണം. അപ്പോൾ കണ്ടോ, മിററിൽ 2 വയർ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട്. അപ്പോൾ റെഡ് പോസിറ്റീവ്, വൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് ബൈക്കിൻ്റെ ഇതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് കപ്ലറിനുള്ള എൻ്റെ അടുത്ത് അപ്പോൾ കപ്ലർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വയർ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നമ്മൾ ടേപ്പ് ഇട്ടെല്ലാം ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ കിട്ടപ്പോൾ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ ഇരിക്കാൻ നേരത്തുള്ള ലുക്ക്. ഓക്കെ, അത്യാവശ്യം നല്ല വൈഡായിട്ടുണ്ട്. വിസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, മോശമില്ലാണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. കുറച്ച് പുറത്തേക്ക് നല്ലോണം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ട്രാഫിക്കിൽ ഓടിക്കാൻ നേരത്ത് ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് എനിക്കൊരു ചെറുതായിട്ട് നെഗറ്റീവായിട്ട് തോന്നിയത്. പക്ഷേ ഇറ്റ് ലുക്സ് ഗുഡ്.